ആരാണ് മികച്ചതെന്ന് ആരാധകർ തമ്മിൽ പോരടിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ സഹോദര തുല്യമായ ബന്ധം സൂക്ഷിക്കുന്നവരാണ്. ഏറെ നാളുകൾക്ക് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് മമ്മൂട്ടി അസുഖബാധിതനാകുന്നതും ഷൂട്ടിംഗ് മുടങ്ങുന്നതും. അതിനിടെ ശബരിമലയിലേക്ക് പോയ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. സജീവമായി സിനിമയിലേക്ക് മമ്മൂട്ടി എന്ന് തിരിച്ചുവരുമെന്നുള്ള ചോദ്യം ആരാധകർക്കിടയിലുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലെ വീട്ടിലെത്തി മമ്മൂട്ടിയെ മോഹൻലാൽ കണ്ടിരുന്നു എന്ന് പറയുകയാണ്. ഇരുവരുടെയും ഓഡിറ്ററായ എം.ബി. സനൽകുമാർ കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സനൽകുമാർ വെളിപ്പെടുത്തി. എം.ബി. സനൽകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ: "3 ആഴ്ചകൾക്ക് മുമ്പ് താനും ലാൽ ചെന്നൈയിലെ മമ്മൂട്ടി സാറിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. അന്ന് പെരുന്നാൾ ദിവസമായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ദുൽഖർ, സുറുമി, ബാബി, അവരുടെ കുടുംബാംഗങ്ങൾ, കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് തങ്ങൾ ഒരുമിച്ചിരുന്ന് 1 മണിക്കൂറോളം സംസാരിച്ചു. അവർക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമോ എന്ന് കരുതി താൻ വേണമെങ്കിൽ മാറിയിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ 'എവിടെ പോകുന്നു? അവിടെ ഇരിക്ക്' എന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതിന് വേറൊരു കഥ പറയുന്നതാവും നല്ലത്. പണ്ട് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ കുറെ പത്രക്കാർ വന്ന് 'സാർ, നിങ്ങളാണോ മമ്മൂട്ടി സാറിന്റെ ഓഡിറ്റർ' എന്ന് ചോദിച്ചു. 'അതെ' എന്ന് പറഞ്ഞപ്പോൾ 'മോഹൻലാൽ സാറിന്റെ ഓഡിറ്റർ നിങ്ങളാണോ' എന്ന് ചോദിച്ചു. 'അതെ' എന്ന് പറഞ്ഞപ്പോൾ 'എങ്ങനെയാണ് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ കമൽഹാസന്റെയും രജനീകാന്തിന്റെയും ഫാൻസ് തമ്മിൽ അടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തന്നെക്കൊണ്ട് പറയിക്കാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, 'താൻ അതുപോലൊരു ഫാനല്ല, അതുക്കും മേലെയാണ്. നമ്മുടെ 2 കയ്യിലും 2 ബ്രീഫ് കേസുകളുണ്ട്. രണ്ടും ഒരേ നിറം, ഒരേ ഭാരം. രണ്ടും കൊണ്ട് നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ പറയാനാകില്ല.' ഉടനെ ഒരാൾ ചോദിക്കുകയാണ്, 'അപ്പോൾ വലത്തെ കയ്യിൽ ഏതാണ്' എന്ന്. താൻ പറഞ്ഞു, 'അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു കയ്യിലേതിന് ഭാരം കൂടുതലാണെന്ന്. അപ്പോൾ പെട്ടികൾ മാറ്റി പിടിക്കും, കുറെ കഴിഞ്ഞ് വീണ്ടും മാറ്റും എന്ന്. നിങ്ങൾ വളരെ ബുദ്ധിമാനാണ്' എന്ന് അവർ പറഞ്ഞു. അവർ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസം തനിക്ക് ഫീൽ ചെയ്യുന്നില്ല. തനിക്ക് അവർ തരുന്ന സ്നേഹത്തെക്കുറിച്ചും താൻ അവർക്ക് കൊടുക്കുന്ന ആദരവിനെക്കുറിച്ചുമേ പറയാനൊക്കൂ. രണ്ടുപേരും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. മമ്മൂട്ടി സാറുമായി 20 മിനിറ്റോളം സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി എന്നേ കാണുന്നുള്ളൂ. അദ്ദേഹം എന്ന് തിരിച്ചു വരും, ആ സിനിമ എന്ന് തീർക്കും എന്നത് മാത്രമാണ് തന്റെ ചിന്തയും ചോദ്യവും. അദ്ദേഹം എന്ന് തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ ചികിത്സയുടെ ഇടയിലുള്ള സമയത്ത് വന്ന് മോഹൻലാലിനൊപ്പമുള്ള ആൻഡോ ജോസഫ് ചിത്രം തീർക്കും. ഒരു ഘട്ട ചികിത്സ കഴിഞ്ഞുള്ള ഗ്യാപ്പിൽ വരും. ചിലപ്പോൾ യാത്ര ചെയ്യേണ്ട, അവിടെ തന്നെ നിൽക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞുകൂടായികയില്ല. അങ്ങനെയില്ലെങ്കിൽ അദ്ദേഹം വന്ന് സിനിമ തീർക്കും. കാരണം അതൊരു വലിയ സിനിമയല്ലേ. ഒരു വ്യക്തി കാരണം ആ സിനിമ നടക്കാതിരിക്കുകയോ താമസിക്കുകയോ ചെയ്യുമ്പോഴുള്ള വിഷമം ഉണ്ടാകുമല്ലോ. എം.ബി. സനൽകുമാർ പറഞ്ഞു.